ഇന്ന് രാവിലെ തന്നെ ഒരു ഹെയർ കെയർ വീഡിയോ എടുക്കാനുള്ള ഒരു പ്ലാനിലായിരുന്നു കേട്ടോ. പക്ഷേ രാവിലെ തുടങ്ങിയ മഴയാണ്, ഒരു രക്ഷയില്ല. ഞാൻ ഒരുങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് പായസം കുടിച്ചു. പായസം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നുണ്ട്, ഓണത്തിൻ്റെ ബാക്കി വരുന്നതാണ് കേട്ടോ. ഇത് ഇവിടെ വെച്ചതല്ല, അപ്പുറത്തെ അമ്മ വെച്ചിട്ട് കൊണ്ടു തന്നെയാണ് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പായസം അപ്പോൾ വെച്ച് കുടിക്കുന്നതിനേക്കാളും പിന്നെ വെച്ചിട്ട് പിറ്റേ ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ തണുത്ത പായസം കുടിക്കുന്ന ഒരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ. അപ്പോൾ പായസമൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ആയി നമ്മളിപ്പോൾ അകത്തുനിന്ന് തന്നെയാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. ആദ്യത്തെ എൻ്റെ സ്ഥിരം സ്പോട്ട് ഇതാണ് കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ വൃത്തിയൊന്നുമില്ല, ആദ്യം നല്ല രസമായിരുന്നു കേട്ടോ ഇവിടെ കാണാനായിട്ട്. പിന്നെ അമ്മയുടെ അടുത്ത് പോയിട്ട് ഇരിക്കാനുള്ളൊരു സ്റ്റൂളൊക്കെ എടുത്തിട്ട് വന്നു. ആദ്യം എനിക്കിവിടെ ഇരിക്കാനൊരു ബെഞ്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ബെഞ്ചൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിരുന്നു ഇവിടെ കാണാനായിട്ട്. എൻ്റെ ആദ്യത്തെ ഹെയർ കെയർ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഹെയർ കെയർ വീഡിയോസും നമ്മളിപ്പോൾ എടുത്തിട്ട് കുറേ ആയി. ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 23ാമത്തെ ഡേ വരെ നമ്മൾ എടുത്തു. പിന്നെ എനിക്ക് ബാക്കി അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അജി എന്താണ് ഹെയർ കെയർ വീഡിയോ ചെയ്യാത്തതെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, എനിക്ക് തണുപ്പ് ഒട്ടും പറ്റുന്നില്ല കേട്ടോ. മഴയായതുകൊണ്ട്, വെയിലായതുകൊണ്ടാണ് നമ്മൾ ചലഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ മഴ ആയതുകൊണ്ട് തണുപ്പൊക്കെ ആയതുകൊണ്ട് ചലഞ്ച് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. ഹെയർ കെയർ വീഡിയോസ് നമ്മൾ എന്തായാലും ചെയ്യും, തണുപ്പൊക്കെ മാറിയിട്ട് എന്തായാലും നമ്മൾ ഹെയർ കെയർ വീഡിയോസ് ചെയ്യും. ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന്, ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റുട്ടീൻ വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ റുട്ടീൻ സെറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റുട്ടീൻ വീഡിയോ ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, സ്റ്റൂൾ അമ്മയ്ക്ക് തന്നെ കൊണ്ടു കൊടുത്തു. അപ്പോൾ മഴ വരുന്നതിന് മുമ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അജി മുടി കെട്ടുന്ന ഒന്ന് കാണിച്ചു തരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ബണ്ണൊന്നും നോക്കണ്ട കേട്ടോ, ബണ്ണൊക്കെ പഴകിയിട്ടുണ്ട് എപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട്. അപ്പം വേറെ ഒന്നുമില്ല കേട്ടോ, നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ അമ്മ കെട്ടില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ്. പിന്നെ കുറച്ച് ബൗൺസി ആയിട്ട് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബണ്ണ് ഉപയോഗിച്ച് ഞാൻ കെട്ടുന്നു എന്നേ ഉള്ളൂ. ഒരു ബണ്ണ് എടുത്തിട്ട് ഫസ്റ്റ് റൗണ്ട് ഇട്ടിട്ട് അടുത്ത റൗണ്ട് ഞാൻ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് മുടി ഇങ്ങോട്ടേക്ക് വലിക്കില്ല, കുറച്ചിങ്ങോട്ട് വലിക്കും. എന്നിട്ട് ബാക്കിയുള്ള മുടി അവിടെ തന്നെ വെക്കും. പിന്നെ ആ മുടി ഒന്ന് ബൗൺസി ആയിട്ട് തോന്നിപ്പിക്കാൻ ഒന്ന് കൈ കൊണ്ട് അമർത്തി കൊടുക്കും കേട്ടോ. പിന്നെ നമ്മളെ ക്ലച്ചർ ഉപയോഗിച്ചിട്ട് ആ ബണ്ണും മുടിയും കൂട്ടിയിട്ടിടും. അങ്ങനെ ആകുമ്പോൾ അഴിഞ്ഞു പോവാതെ കുറച്ച് അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. പിന്നെ ബാക്കിയുള്ള മുടി ടൈറ്റാക്കി എടുക്കരുത്, ഇങ്ങനെ ലൂസാക്കി എടുത്തിട്ട് ആ ബണ്ണ് കാണാത്ത രീതിയിൽ നമ്മളിങ്ങനെ അവിടെ ബണ്ണിൽ തന്നെ തിരികെ വെക്കും. അങ്ങനെയാകുമ്പോൾ നമ്മൾ മുടി ക്ലച്ചർ മാത്രം വെച്ചിട്ട് കെട്ടിയ പോലെ തോന്നും, നല്ല ബൗൺസി ആയിട്ടും തോന്നും കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ മുടി കെട്ടാറുള്ളത്. അപ്പോൾ മുടിയൊക്കെ കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങി. ഞാൻ അവിടെ നിന്ന് എൻ്റെ ക്യാമറ മൊത്തത്തിൽ നനയും കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.